ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഓപ്ഷൻസ് ബൈയിങ് നമുക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയൊരു സ്കാൽപ്പിങ് അങ്ങനെയുള്ള രീതിയിലുള്ള ട്രേഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതൊരു സിമ്പിൾ ട്രിക്കാണ്, അപ്പോൾ നിങ്ങളത് ക്ഷമയോടെ കൂടി കേട്ടിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ട്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇടുകയൊന്നും വേണ്ട. 9:15 തൊട്ട് 9:20 വരെയുള്ള ടൈമിലാണ് നമുക്ക് ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. അപ്പം നിങ്ങൾ പേഴ്സണൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺസ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കാം. ഓക്കെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഉള്ളൊരു ട്രിക്കാണ്. ഓക്കെ, അപ്പം രാവിലെ തന്നെ നമ്മൾ, അതായത് 9:15 മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സെൻസെക്സിൻ്റെ ചാർട്ട് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഈ 9:15 മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ കാണുന്നതാണ്, ഒരു പക്ഷേ ഇങ്ങനൊരു വലിയ റെഡ് ക്യാൻഡിൽ വരും അല്ലേ, ചിലപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലും ആകാം. ഓക്കെ, എയ്തർ ബെയറിഷ് ഓർ ബുള്ളിഷ്. അപ്പം ചില സമയത്ത് എന്തായിരിക്കാം, ഈ റെഡ് ക്യാൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 9:15 തന്നെ ബെയറിഷായി ഇങ്ങനെ ക്യാൻഡിൽസ് ഇങ്ങനെ താഴോട്ട് പോകുന്ന കാണാം. ഇങ്ങനെ മറ്റു ചില സമയങ്ങളിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ പെട്ടെന്നൊരു ബുള്ളിഷ് വരും, പിന്നെ ഇങ്ങനെ വന്ന് ചിലപ്പോൾ റെഡ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുള്ളിഷ് വന്ന് ഇങ്ങനെ പോകും. അപ്പം നമുക്ക് രണ്ട് കേസുണ്ട്, എയ്തർ ബുള്ളിഷ് ഓർ ബെയറിഷ്. ഇങ്ങനെ ക്യാൻഡിൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചില സമയത്ത് എന്ത് സംഭവിക്കും, ചില സമയത്ത് ഇതാ ഇങ്ങനെ പോകും, ഇങ്ങനെ വരും, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ ഇങ്ങനെ വരും, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതിന് നേരെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും, വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ഇങ്ങനെ വരും, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതാ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊരു കൺസോളിഡേഷനാണ്. ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചാർട്ടിൽ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്ത് കാണിച്ചത്. ഓക്കെ കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഇതൊരു ഓപ്പണിംഗ് ക്യാൻഡിലാണ്. ഓക്കെ, അതിൻ്റെ കളർ ഞാൻ വായിക്കാം. ഓക്കെ കണ്ടോ, ഇതൊരു സെൻസെക്സിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പം ഫസ്റ്റിൽ തന്നെ രണ്ട് ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, പെട്ടെന്ന് റെഡ്, വീണ്ടും ബുള്ളിഷ്. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊരു വലിയ ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് വെച്ചാൽ അല്ല. ഓക്കെ, ഇനി ഈ ഒരു ചാർട്ടിന് തന്നെ, ഓക്കെ, ഇതൊരു 950. ഇത് കണ്ടോ, ഇതൊരു ഓപ്പണിംഗ്. ദിസ് ഈസ് എൻ ഓപ്പണിംഗ്. ഫസ്റ്റ് 9:15 ഞാൻ ഇവിടെ കണ്ടോ ടൈം കാണിക്കുന്നുണ്ട്. 9:15 റെഡ് വന്നു, ഗ്രീൻ വന്നു, വീണ്ടും എന്ത് വന്നു, ഗ്രീൻ വന്നു. അപ്പോൾ ഇത് ഈ ഒരു കേസിൽ നമുക്ക് ഈ ട്രിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ചെറിയ ബുള്ളിഷ് മൂവ്മെൻറ്റ്, പെട്ടെന്ന് ബെയറിഷ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി കാണിക്കാൻ പറ്റില്ല. വേറെ നമുക്കുള്ളത്, ഓക്കെ, ദിസ് വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ പാറ്റേൺസ് ആ രീതി വരുന്ന സമയത്ത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ സിനാരിയോ തന്നെയാണ്. ഇവിടെ കണ്ടോ, ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ നോക്കുമ്പം എന്താ സംഭവിക്കുന്നത്, ഇതാ റെഡ് വന്നു, വീണ്ടും റെഡ് വന്നു, പിന്നെ റെഡ് വന്നു, ഭയങ്കരമായിട്ട് പോയി. അതായത് ഇതിൻ്റെ ഒരു ടൈമിങ് നോക്കുവാണെങ്കിൽ 9:15 ഇവിടെ നിന്ന് ഓപ്പണായി, 9 ഇവിടെ വരെ 9:24, 25, 9:20 വരെ ഇത്രയും റെഡ് ക്യാൻഡിലായി കണ്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ടൈം ആയപ്പോഴത്തേന് ഏകദേശം 9:30. ഓക്കെ, ഹെവിലി റെഡ് ഫാളായി. ഓക്കെ, ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു 5 മിനിറ്റത്തെ കാര്യമാണ്. 5 മിനിറ്റത്തേക്ക് നോക്കുമ്പോൾ ഓപ്പണിംഗ് തന്നെ നല്ല രീതിയിൽ ഫാളായി കണ്ടോ. 9:20 പെട്ടെന്നൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പം
നമുക്ക് ഞാനൊരു പാറ്റേൺസ് കാണിച്ചു തരാം. നമുക്ക് മാർക്കറ്റ് ഒരിക്കലും ഓപ്പണിങ് തന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഓക്കെ, എത്ര ടൈം ആയാലും ഇങ്ങനെ വന്ന് താഴോട്ട് റോക്കറ്റ് വിട്ടതുപോലെ ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ പോവില്ല. ഓക്കെ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വരും. അത് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്ത് പതുക്കെ ആയിരിക്കും ബെയറിഷിലോട്ട് പോകുന്നത്. ഒരു കാരണവശാലും കുത്തനെ താഴോട്ട് മാർക്കറ്റ് പോകാറില്ല. അതുപോലെ തന്നെ ആയിരിക്കും അപ് ട്രെൻഡ്. കാരണം ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക, താഴോട്ട് പോവുക, അല്ലെങ്കിൽ മേലോട്ട് പോവുക, ഈ ഒരു സ്വഭാവമാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻസ് എടുത്ത് നോക്കാം. ഇത്രയും പോർഷൻസ് എടുത്ത് നോക്കുമ്പോൾ കണ്ടോ, ഇതൊരു സഡൻ ഫാളായിട്ട് നമുക്ക് കാണുന്നത് അല്ലേ. പെട്ടെന്ന് താഴോട്ട് വന്നു, അപ് ട്രെൻഡ് വന്നു, വീണ്ടും താഴോട്ട് വന്നു. ഏകദേശം 10 മണിക്ക് മുമ്പേ നല്ല രീതിയിൽ ഫാളിങ് റെഡ് ക്യാൻഡിൽ മാത്രം. ഞാനിത് 3 മിനിറ്റാണ് ഇട്ടേക്കുന്നത്. അത് ഞാൻ 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആവും. ഇതാ ഓക്കെ, ഇനി ഇത് 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കണ്ടോ. ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ ഒരു എന്താ, ഞാനൊരു ബ്ലൂ ലൈൻ ഉപയോഗിക്കാം. ഓപ്പണിംഗ് തന്നെ ഇങ്ങനെ പോയി, ഇതിങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ കണ്ടോ. ഞാൻ വരച്ചതിൻ്റെ ലൈനിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും. ഹെവിലി ആയിട്ട് താഴോട്ട് പോയി. അപ്പം നിങ്ങൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന ചിന്തിച്ച് നോക്കി. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് നമ്മൾ ഓക്കെ, ഈ ട്രെൻഡ് ഇങ്ങനെ വന്നു, ഇങ്ങനെ ലോ വന്ന് പെട്ടെന്ന് ഹൈ വന്നു, വീണ്ടും ലോ വന്നു, ഹൈ വന്നു, പെട്ടെന്ന്. അപ്പം നമ്മുടെ ട്രെൻഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓർക്കും ഓക്കെ, ഇതിങ്ങനെ പോകുന്നു. ഒരിക്കലും അങ്ങനെയുള്ളൊരു പാറ്റേൺസ് മാർക്കറ്റ് നമുക്ക് കാണാൻ കഴിയില്ല, എസ്പെഷ്യലി ഇൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി സ്റ്റോക്ക് ചാർട്ടിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളിൽ ഇങ്ങനെ പാറ്റേൺസ് വരില്ല, ഇങ്ങനെ സഡനായിട്ട് ഇങ്ങനെ താഴോട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പം എന്തായിരിക്കും, മാർക്കറ്റ് റിവേഴ്സ് വരും. അപ്പം നമ്മൾ ആ റിവേഴ്സ് വരുന്ന ആ ഒരു പോയിന്റ് നമുക്ക് എന്ത് കാണാൻ സാധിക്കും, വോളിയം അഡീഷൻസ് ഇവിടെ. ഇപ്പം ഈ ചാർട്ടിൽ എനിക്ക് വോളിയം ഇത് വോളിയം ആഡ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. നമുക്ക് സെൻസെക്സ് അങ്ങനെ വോളിയത്തിൻ്റെ വോളിയം കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വോളിയം ഇപ്പം ഇപ്പം ഇങ്ങനെ ഒരു ഹെവി ഫാള് വന്നപ്പം ആ ഒരു കണ്ട ഇങ്ങനെ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വളരെ രീതിയിൽ താഴോട്ട് വരുന്ന സമയത്ത് ഹെവിലി വോളിയം അഡീഷൻ കൊണ്ട് നടക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ചാൻസ് ഓഫ് റിവേഴ്സൽ. ഓക്കെ, അപ്പം നമുക്കൊരു കൺഫർമേഷൻ ഉണ്ട്, ഒരിക്കലും പാറ്റേൺ റോക്കറ്റ് പോലെ താഴോട്ട് ഇങ്ങനെ കുത്തനെ ഇടിയില്ല. അത് കാരണം നമുക്ക് ആ ഒരു 3:30 വരെ ആ ചാർട്ട് മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ 3:30 വരെ മൂവ് ചെയ്യുമ്പോൾ ആ ചാർട്ടിൻ്റെ ഒരു ഏകദേശം സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലോ. ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ തന്നെ ഏത് രീതിയിൽ അത് പോകും. അപ്പോൾ ഇത് ഉദാഹരണത്തിന് ഡൗൺ ട്രെൻഡ് ഞാൻ ഇപ്പോൾ വരച്ച് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ വരും, ഇങ്ങനെ വന്നു, ചിലപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ചെയ്ത് ഇങ്ങനെ പോയി ഇങ്ങനെ ഡൗൺ ഫാൾ വന്ന് ചിലപ്പോൾ ഇങ്ങനെ പോകത്തുള്ളൂ. ഇതൊരു ഡൗൺ ട്രെൻഡാണ്. പക്ഷെ ഒരു കാരണവശാലും മാർക്കറ്റ് ഇത് 9:15 തുടങ്ങി, ഇവിടെ 3:30. ഒരിക്കലും മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കില്ല അല്ലേ. ഈ ഒരു രീതിയിൽ അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകില്ല ഒരിക്കലും മാർക്കറ്റ്. അപ്പം തിരിച്ച് മാർക്കറ്റ് എന്തായാലും റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക്. ഇത് നിങ്ങൾക്ക് ബെയറിഷിലും ഇതേ കാര്യം നമുക്ക് ചിന്തിക്കാം. ബെയറിഷ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ വന്ന് ഓക്കെ, കുറച്ച് ലിക്വിഡിറ്റി ഒക്കെ സീപ്പ് ചെയ്ത് ഇങ്ങനെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അതായത് ഇങ്ങനെ ഒരിക്കലും മാർക്കറ്റ് പോകില്ല. അപ്പം ഈ ഒരു പാറ്റേൺസ് എപ്പോഴും, അതായത് ആദ്യത്തെ ഇവിടെ ബെയറിഷായി അല്ലേ. ഈ ബെയറിഷിൽ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് ഈ ഒരു 9:20 നമുക്കുണ്ടായി. ഇങ്ങനെ ഹെവിലി ആയിട്ട് വന്നതിനും നമുക്ക് ഏത് ഡയറക്ഷനാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കും. ഓക്കെ, അങ്ങനെ വരുമ്പം നമുക്ക് ആ ചാർട്ട് പാറ്റേണ് ഓപ്പോസിറ്റ് പോകാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് അല്ലേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇത്രയും ഹെവി ആയിട്ട് മാർക്കറ്റ് ഡൗൺ ആയി. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഞാൻ എൻ്റെ ഒരു റിപ്ലൈ ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ജസ്റ്റ് മാർക്കറ്റിൽ നമുക്കത് എങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, ഓക്കെ. ഇത് ഇച്ചിരി നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ, ഞാനിത് പ്ലേ ചെയ്യും. ഓക്കെ, കണ്ടോ മാർക്കറ്റ് ഓപ്പണായി. കണ്ടോ ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ നമ്മൾ ഓർക്ക് ഇത് പെട്ടെന്ന് താഴോട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ ആ ഒരു ലോജിക്ക് നമ്മളിരിക്കും. കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ. അപ്പം നമ്മൾ ഓർക്കും ഈ പാറ്റേൺ സ്റ്റിൽ ഒരിക്കലും അങ്ങനെ വരില്ല. അവിടെ ഒരു റിവേഴ്സ് വന്നിരിക്കും. അപ്പം ആ ഒരു റിവേഴ്സിൽ നമുക്ക് വോളിയത്തിന് അഡീഷണലോട് കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ എനിക്ക് വോളിയം കിട്ടുന്നില്ല, കാരണം സെൻസെക്സ് ആയതുകൊണ്ട്. നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ ഇത് കിട്ടും. ഓക്കെ, കണ്ടോ ഇപ്പോൾ ഇവിടെ പാറ്റേൺസ് എങ്ങനെ വന്നേക്കുന്നത് കണ്ടോ, ഇങ്ങനെയല്ല വന്നേക്കുന്നത് ഡൗൺ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അപ്പ് ട്രെൻഡ് വരും അല്ലേ. ഈ ഒരു പോയിന്റിൽ വന്നു കണ്ടോ, ഈ ഒരു പാറ്റേൺ ഷേപ്പ് നമുക്കൊന്ന് വരച്ച് നോക്കാം. കണ്ടോ ഇങ്ങനെ വന്നു. ദിസ് ഈസ് എ ട്രെൻഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് വോളിയം അഡീഷനും പ്രൈസ് മാനിപ്പുലേഷൻ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ടാർഗറ്റ് ഈ ഒരു പുൾ ബാക്ക് കണ്ടോ. ഇവിടെ എന്തൊരു ലിക്വിഡിറ്റി പോയിന്റ്സ് ഇതൊക്കെ. ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് CPM വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ഓപ്പൺ, അതായത് ബെയറിഷ് മോഡിൽ നമുക്ക് ബുള്ളിഷ് വ്യൂവിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് കുറേ നേരം എടുത്തിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചാടിക്കറി നാളെ പോയി ട്രേഡ് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള പാറ്റേൺസ് വരുമ്പോൾ അത് മാർക്കറ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു പേപ്പർ ട്രേഡ് പോലെ എന്തെങ്കിലും ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു 30 ദിവസം ചെയ്യുമ്പോൾ 30 ദിവസത്തിൽ ഒരു 20 ദിവസമെങ്കിലും നമ്മൾ പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ ഒരു ലോട്ട് വെച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഓപ്ഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റോക്കിലൊന്നും ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല, കാരണം സ്റ്റോക്കിൽ ഇത് വർക്കാവില്ല. നിങ്ങളുടെ പൈസ മൊത്തം പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്കാൽപ്പിംഗ് ആണെങ്കിൽ ഇത് വിജയിക്കാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഞാനിത് നിർത്തുകയാണ്. നമുക്ക് വേറൊരു ഇത് കാണിക്കാം. ഓക്കെ, ഇനി ഞാൻ വേറെ ഇത് ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ ഉണ്ടോ. ഓക്കെ, ഇത് ഇത്രയും ഡേറ്റ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. അതിന് ബാക്കിലോട്ട് പോയി കാണിക്കാനുള്ള ഫയേഴ്സിലാണ് പറ്റിയത്. ഇതിപ്പോൾ അപ്പ് സ്റ്റോക്കിലെ പ്ലാറ്റ്ഫോം ഞാൻ കാണിക്കുന്നത്. ഓക്കെ, കണ്ടോ ദിസ് ഈസ് an ഓപ്പണിംഗ്. ഓക്കെ, ഇവിടെ ഒരു കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ, ഗ്യാപ്പ് ഡൗണിൽ. അപ്പോൾ അതും നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ഹെവിലി കണ്ടോ, ശ്രദ്ധിച്ച് കണ്ടോ, ബുള്ളിഷായിട്ട് കയറി പോവുക. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബെയറിഷ് നോക്കാം. കണ്ടോ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു 9, 20, 25 ആ ഒരു ടൈമിനുള്ളിൽ ഇങ്ങനെ അത് നമുക്ക് ഈ ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഇത്രയും ക്യാൻഡിൽസാണ്, ഈ ഒരു ക്യാൻഡിൽസാണ് നമുക്കിവിടെ നമുക്കത് തരുന്നത്. കണ്ടോ, ഇത്രയും ക്യാൻഡിൽസ്. കാരണം ഇത് ഹെവി ആയിട്ട് കയറിപ്പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് എടുക്കും. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ ബെയറിഷ് എടുത്തു. കാരണം ആദ്യത്തെ ഈ നമുക്ക് ടാർഗറ്റ് ഇത്ര ഇവിടം വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചെയ്യണം. നമുക്കൊരു 1, 2, 3 ക്യാൻഡിൽ കിട്ടിയാൽ മതി. നമുക്ക് ആദ്യത്തെ 9 to 9 മണി 9:15 to 9, 25 നമുക്ക് ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്കറ്റിൽ നിന്ന് ആ ഒരു ട്രേഡ് എടുത്തിട്ട് നമുക്ക് മാറിപ്പോവാം. പിന്നീട് നമുക്ക് ട്രേഡ് ചെയ്യേണ്ട, ഒരു ദിവസം ഒരു ട്രേഡ് വെച്ചെടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വേറെ ഹിസ്റ്ററിയിൽ കിടപ്പുണ്ടോ നോക്കട്ടെ.
ഇതൊക്കെ ഇവിടെ ഒന്നും പറ്റില്ല, കാരണം ഇതൊക്കെ കൺസോളിഡേഷൻ മാർക്കറ്റാണ്. ഓക്കെ, നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വരണം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ, ഓക്കെ, ദിസ് ഈസ് വെരി ഗുഡ് ക്യാൻഡിൽ. ഉണ്ടോ, ഞാനിവിടെ റിപ്ലൈ അടിക്കാം. കണ്ടോ, ഫുൾ റെഡ് വന്നു, ഹെവി ആയിട്ട് റെഡ് വന്നു. ഹെവി ആയിട്ട് റെഡ് വരുമ്പോൾ നമുക്ക് എന്ത് വിചാരിക്കാം? നമുക്കൊരു ചെറിയൊരു ബുള്ളിഷ് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ വോളിയം കൂടെ നോക്കണം, വോളിയം അഡീഷൻ കൂടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഹെവി ആയിട്ട് റെഡ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടം വരെ സ്വീപ്പ് ചെയ്യാനുള്ള ഈ കണ്ടോ പതുക്കെ അത് സ്വീപ്പ് ചെയ്ത് വരുന്നുണ്ട്. ചിലപ്പം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ബിയറിഷ് ആയിരിക്കും, പക്ഷെ അത് സ്വീപ്പ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ട്രിക്ക് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി മനസ്സിലായില്ലെങ്കിൽ ഐ എം സോറി, ഞാൻ ഇച്ചിരൂടെ വ്യക്തമായിട്ട് ഇച്ചിരൂടെ സമയം കുറച്ച് ഞാൻ വീഡിയോ എടുത്തു തരാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതൊരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല, ദിസ് ഈസ് എ സ്ട്രാറ്റജി ദാറ്റ് ഐ ആം യൂസിങ് പേഴ്സണലി, ദാറ്റ് ഐ ആം ഷെയറിങ് വിത്ത് യു. ഓക്കെ, താങ്ക് യു.